ഹലോ നമസ്കാരം. കറിക്കാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി നായരോടൊപ്പം ഒരു യാത്രയും ഫുഡ് വിശേഷങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ് ഞങ്ങൾ മാഡത്തിനെ മീറ്റ് ചെയ്തത്. ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടു, വിശേഷങ്ങൾ പങ്കുവച്ചു. ഡിന്നറിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞങ്ങളത് വളരെ ആസ്വദിച്ചാണ് കഴിച്ചത്. എയർപോർട്ടിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ചുറ്റി നടന്നു. അതിനുശേഷം ഞങ്ങൾ കോലാലംപൂരിലേക്ക് യാത്ര തിരിച്ചു. ഫ്ലൈറ്റിലെ ആകാശ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. കോലാലംപൂരിൽ നിന്ന് ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നടന്നു. കോസ്മെറ്റിക് ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നടന്ന് ടയേർഡായപ്പോൾ ഞങ്ങൾക്കൊരു കോഫി കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ സ്റ്റാർബക്സ് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് കയറി. അവിടെ ബർഗറിൻ്റെയും സാൻഡ്വിച്ചസിൻ്റെയും നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കോഫി മാത്രം ഓർഡർ ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ കോഫി കുടിച്ചുകൊണ്ട് മാഡവുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ സ്റ്റാർബക്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി എമിഗ്രേഷനിലോട്ട് പോയി. ഞങ്ങൾ ഫുക്കറ്റിലോട്ട് യാത്ര തുടങ്ങി. 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ലഗേജ് എല്ലാം കളക്ട് ചെയ്തു. ഞങ്ങൾ ബസ് വരാൻ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം മാഡവുമൊത്ത് സംസാരിച്ചു നിന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് എത്തി. ബസ്സിൽ കയറി ഗൈഡ് പോകാനുള്ള സ്ഥലങ്ങൾ അനൗൺസ് ചെയ്തു. റോഡിന് ഇരുവശവും ചെടികൾ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഇടയ്ക്ക് ബൊഗൈൻവില്ല പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പ്രകൃതി രമണീയമായ ഒരു സുന്ദരമായ സ്ഥലമാണ് ഫുക്കറ്റ്. നഗരത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ധാരാളം ചെറുതും വലുതുമായ റെസ്റ്റോറൻറ്റുകളുണ്ട്. ലോക്കൽ ട്രഡീഷണൽ തായ് ഫുഡായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കിയിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ സൂപ്പ് ട്രൈ ചെയ്തു. പിന്നെ റൈസ്, വെറൈറ്റി ഫിഷസ്, പട്ടായി, പപ്പായ സാലഡ്, തായ് നൂഡിൽസ്, പ്രോൺസ്, ചിക്കൻ, അങ്ങനെ ധാരാളം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിഭവസമൃദ്ധമായ ലഞ്ച് കഴിച്ചു. റിവറിൻ്റെ സൈഡിലായിരുന്നു റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അവിടെ കുറച്ച് സമയം റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഈസ്റ്റ് വിങ് ട്രാവൽസിൻ്റെ കൂടെയാണ് ഞങ്ങൾ യാത്ര പോയത്. ഇപ്പോൾ സമയം വൈകുന്നേരമായി. ഞങ്ങൾ ഹോട്ടലിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. കുളിച്ച് റെഡിയായി പുറത്തു പോകാനായി ലോബിയിൽ ഇരിക്കുകയാണ്. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും എടുത്തു. കേരളത്തിലെ ടൗണുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട്. പിന്നെ ഞങ്ങൾ ഗോൾഡൻ കിനാരെ ബുഫേ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ പോയി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബുഫേ ഡിന്നറാണിത്. 4000 പേർക്ക് ഒരേ സമയം ഡിന്നർ കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഡിന്നർ വലിയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തായ് ഫുഡ്, ഇൻ്റർനാഷണൽ ഫുഡ് എല്ലാം ഇവിടെ നിന്ന് കഴിച്ചു. ഫുക്കറ്റിലെ മനോഹരമായ ഒരു ഷോയാണ് ഫാൻറ്റാസിയ ഷോ. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഞങ്ങൾ തിയേറ്ററിൽ കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫൗണ്ടൻ ഷോയും കണ്ടു. രാത്രിയിലുള്ള ഫൗണ്ടൻ ഷോയും അവിടുത്തെ ലൈറ്റിങ്ങും വളരെ നല്ലതായിരുന്നു. മാഡം ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ട് നടന്നു വരികയാണ്. തായ് കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കിയ അവിസ്മരണീയമായ ഒരു കലാപ്രകടനമായിരുന്നു ഇത്. ഞങ്ങളിത് നന്നായി എൻജോയ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷോ കാണുന്നത്. ഈ ഷോയിൽ മൃഗങ്ങളെയും പക്ഷികളെയും കാണാം. ഫോട്ടോഗ്രാഫി ഇവിടെ അലൗഡ് അല്ല. ലാസ്റ്റ് കുറച്ച് സമയം മാത്രമാണ് വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നത്. ഷോ കഴിഞ്ഞതിന് ശേഷം കലാകാരന്മാരുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഫുക്കറ്റിൽ പോകുന്നവർ ഒരിക്കലും ഫാൻറ്റാസിയ ഷോ മിസ് ചെയ്യരുത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. ഫുക്കറ്റിലെ യാത്രാ വിശേഷങ്ങളും ഫുഡ് വിശേഷങ്ങളും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്